ഹായ് ഹലോ എല്ലാവർക്കും സ്റ്റാർവേ ടാരറ്റ് മലയാളം റീഡിങ്ങിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്താണ് മറയ്ക്കുന്നത് എന്നാണ്. അതിനായിട്ട് ഞാനിവിടെ 2 പേരാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആകുന്നത് അത് മാത്രം എടുക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആകാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നിങ്ങൾ പൈൽ ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് പൈലായിട്ടുള്ള ഏഞ്ചൽ നമ്പർ 111 ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് 5 ഓഫ് വാൻസ്, 8 ഓഫ് സോർഡ്സ്, അതുപോലെ ഏസ് ഓഫ് വാൻസ്, 9 ഓഫ് വാൻസ്, ഹൈ പ്രീസ്റ്റസ്, 7 ഓഫ് പെൻറ്റക്കിൾ, 2 ഓഫ് വാൻസ്, അതുപോലെ ഏസ് ഓഫ് കപ്സ് ആണ്. ബോട്ടം എനർജി നമുക്ക് കിട്ടിയിരിക്കുന്നത് 9 ഓഫ് സോർഡ്സ് ആണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടൊരു സെപ്പറേഷനാണ് കാണിക്കുന്നത്. തീരെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തവരുടെ എനർജിയാണ് കിട്ടുന്നത്. ഒരു 10% ആൾക്കാർക്ക് മാത്രമേ ചെറിയ രീതിയിലെങ്കിലും കോണ്ടാക്റ്റ് കാണൂ. ബാക്കി മജോറിറ്റി ആൾക്കാർക്ക് ഒരു സെപ്പറേഷൻ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ കുറേ വ്യക്തികളുടെ ഒരു സാന്നിധ്യം ഈ ഒരു റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. അതൊരു പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഫാമിലി ആകാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആകാം, ഈവൻ അത് ഫ്രണ്ട്സും ആകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു കൂട്ടം തേർഡ് പാർട്ടികളും നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റിയതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇവിടെ തേർഡ് പാർട്ടി എനർജി കിട്ടുന്നുണ്ട്, ബട്ട് അതൊരു റിലേഷനോ അല്ലെങ്കിൽ മറ്റ് അഫെയറോ അങ്ങനെയൊന്നുമല്ല. ഈ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിന് മാറ്റമൊന്നും വന്നതായിട്ട് കാണിക്കുന്നില്ല. ഇൻ കേസ് ഇപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും മറ്റേതെങ്കിലും അഫെയർ തേർഡ് പാർട്ടി ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ബിക്കോസ് ഇവിടെ കാണാൻ സാധിക്കുന്ന തേർഡ് പാർട്ടി ഉണ്ട്, ബട്ട് അത് ഈ ഒരു പേഴ്സൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരോ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിരിക്കും കേട്ടോ. കാരണം നമുക്കിവിടെ എനർജി മാറി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ അയാൾ നിലനിൽപ്പിനുള്ള പോരാട്ടത്തിലാണെന്ന് കാണിക്കുന്നു. ആൾ എവിടെയാണോ അവിടെ ആൾ സ്റ്റക്കാണ്. തേർഡ് പാർട്ടി എനർജിയിൽ നിന്ന് ആൾക്ക് പുറത്ത് വരാമെന്നുള്ളതേ ഉള്ളൂ, ബട്ട് ആൾ അവിടെ പെട്ടുപോയി എന്ന ചിന്തയിൽ ഇപ്പോഴും സ്റ്റക്കായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ആൾ ഹാപ്പിയാണ്. ബിക്കോസ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന മിക്കവരും ഇപ്പോൾ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. പുറമേ നിങ്ങളോട് സ്നേഹമില്ല എന്നായിരിക്കും ഈ പേഴ്സണ് കാണിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ അതല്ല. ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഒളിക്കുന്നത് തന്നെ നിങ്ങളോടുള്ള സ്നേഹമാണ്. ബിക്കോസ് ഏസ് ഓഫ് കപ്സ് അതുപോലെ ഏസ് ഓഫ് വാൻസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എന്താണ് വേണ്ടതല്ലേ? ഈ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളോട് ജെന്യുവനായിട്ടുള്ള സ്നേഹം തന്നെയാണ്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണമെന്നുണ്ട്. അതിനായിട്ട് ആൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ശരിയായ സമയത്തിനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളിലേക്ക് വരാനായിട്ട് ആ ഒരു സിറ്റുവേഷനോട് ഫൈറ്റ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നു. എന്നാൽ താൻ ഇപ്പോഴും പെട്ടുകിടക്കുവാണ്, സ്റ്റക്കാണ് എന്നുള്ള ചില തെറ്റിദ്ധാരണകളുടെ പുറത്താണ് ആളിപ്പോഴും വരാത്തത്. അതുപോലെ ആൾ ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ട് കാണിക്കുന്നു. അതുപോലെ ആൾ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു, ഒറ്റയ്ക്കാണെന്ന് കാണിക്കുന്നു. നിങ്ങളെ പിരിഞ്ഞതിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ദുഃഖമുള്ളതായിട്ട് കാണിക്കുന്നു. പുറമേ ഹാപ്പി ആണെന്നായിരിക്കും കാണിക്കുന്നുണ്ടെങ്കിലും രാത്രിയാകുമ്പോൾ ആൾക്ക് ഉറക്കമില്ലാത്ത സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു സെപ്പറേഷൻ യൂണിവേഴ്സ് ആയിട്ട് തന്നെയാണ് ഒരുക്കിയത്. കാരണം നിങ്ങളുടെ പേഴ്സണും ഒരു സ്പിരിച്വൽ പാത്തിലൂടെ പോകേണ്ടത് അനിവാര്യമാണ്. അതിൻ്റെ കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ളത് ആവശ്യമാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്താണ് മറയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളോട് ആൾക്കുള്ള സ്നേഹം തന്നെയാണ് ആൾ ഒളിപ്പിച്ച് വെക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ വരെ ടേക്ക് കെയർ, ബൈ. ഓക്കെ, നമുക്ക് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് 9 ഓഫ് പെൻറ്റക്കിൾ, 10 ഓഫ് പെൻറ്റക്കിൾ, 6 ഓഫ് സോർഡ്സ്, 3 ഓഫ് കപ്സ്, 2 ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ, 3 ഓഫ് സോർഡ്സ്, അതുപോലെ 5 കപ്സ് ആണ്. ബോട്ടം എനർജി കിട്ടിയിരിക്കുന്ന ഡെത്ത് കാർഡാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ വളരെ സ്ട്രോങ് ആണ്. ഈ ഒരു പേഴ്സൺ ഒരുപക്ഷെ മാരേജ് ചെയ്തിരിക്കാം, അതായത് ആൾക്ക് മറ്റൊരു ഫാമിലി ഉണ്ടായിരിക്കാം. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, കുറച്ച് പേരുടെ മാത്രമാണ്. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ബിക്കോസ് ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾ ഉണ്ട്, അതുപോലെ 6 ഓഫ് സോർഡ്സ് ഉണ്ട്. ആളുടെ ഫാമിലിയുടെ കൂടെ മാറി ജീവിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരു പക്ഷേ എബ്രോഡ് ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. അതുപോലെ ഇത് കുറച്ച് പേർക്കെങ്കിലും ഒരു കാർബൺ
റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നു. നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ കർമ്മ ബേസ് ചെയ്തെന്ന് വരുന്ന പാർട്ട്നേഴ്സ് ഉണ്ട്. സോ അവരുടെ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അവർ ആ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ നിന്നും പോകും. സോ അങ്ങനെയുള്ള കുറച്ച് ഗോഡ് എനർജിയും കിട്ടുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ളവരുടെ പേഴ്സൺ മറ്റൊരു തേർഡ് പാർട്ടിയുടെ കൂടെയാണെന്ന് കാണിക്കുന്നു. ബിക്കോസ് നമുക്ക് 3 ഓഫ് കപ്സും അതുപോലെ 3 ഓഫ് സോർട്സും ഉണ്ട്. സ്ട്രോങ് തേർഡ് പാർട്ടി എനർജിനെയാണ് അത് കാണിക്കുന്നത്. ഒരു പക്ഷേ ഇതായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നത്. ഞാനിത് പറഞ്ഞു എന്ന് കരുതി വെറും ഡൗട്ടിൻ്റെ പേരിൽ എടുത്ത് ചാടിയൊന്നും ചെയ്യാതെ ഇരിക്കുക. കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകില്ല. ബട്ട് കാർഡ്സിൽ കാണുന്നത് ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി എനർജിയാണ്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഒരു ലക്ഷറിയസ് ലൈഫിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളായിട്ട് കാണിക്കുന്നു. അല്ലെങ്കിൽ ആൾ ഓൾറെഡി റിച്ച് ആയിരിക്കാം. ആൾക്ക് എൻജോയ് ചെയ്ത് ലൈഫിൽ മുന്നോട്ട് പോകണം. അതുപോലെ ആൾക്ക് ഫ്രണ്ട്സുമായിട്ട് ചില്ലായിട്ട് നടക്കണം. ആരും അയാളെ കൺട്രോൾ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ള മൈൻഡ് സെറ്റുള്ള ആളായിട്ട് കാണിക്കുന്നു. ജെൻസ് ആണെങ്കിലും ശരി, ഫീമെയിൽ ആണെങ്കിലും ശരി. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് ഒരുപാട് ഫ്രണ്ട്സ് കാണാം, റിലേറ്റീവ്സ് കാണാം, ഒരുപാട് കസിൻസ് ഒക്കെ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അതായത് ഈ ഒരു പേഴ്സൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ പേഴ്സണെ ചുറ്റിപ്പറ്റി ഒരുപാട് ആൾക്കാർ വേണം, എൻജോയ് ചെയ്യണം, പണം ഉണ്ടാക്കണം എന്നൊരു മനോഭാവമുള്ള ആളായിട്ട് കാണിക്കുന്നു. അതുപോലെ ഈ ഒരു പേഴ്സൺ ഡബിൾ മൈൻഡിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. ചില സമയങ്ങളിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ വരുന്നുണ്ടെങ്കിലും അറ്റ് എ ടൈം ആളുടെ എനർജി കൺവേർട്ടായിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നു. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് ഉടനെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നതായിട്ട് കാണിക്കുന്നു. കർമ്മ ബേസ് ചെയ്താണ്. അതുപോലെ തന്നെ പലതും ഈ പേഴ്സനെ കൈവിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നു. ബിക്കോസ് ഡെത്ത് കാർഡും അതുപോലെ 5 ഓഫ് കപ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഉടനെ തന്നെ ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് ചൂസ് ചെയ്തവർക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും മാത്രം ക്ലെയിം ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.